പ്രൈവറ്റ് ഇൻഷുറൻസ് സ്പേസിലെ രണ്ട് വലിയ പ്ലേയേഴ്സ് ആണ് SBI ലൈഫ് അതുപോലെ HDFC ലൈഫും. അപ്പൊ നമുക്ക് നോക്കാം ഇവർ നമ്പേഴ്സിന് എന്താണ് പറയാനുള്ളത്. പ്രൈവറ്റ് സെക്ടറിൽ SBI ലൈഫ് ആണ് ക്ലിയർ ലീഡർ. ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2024 ഇൻഡിവിജ്വൽ റേറ്റഡ് പ്രീമിയം ബേസ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സിന് കളക്ട് ചെയ്ത ടോട്ടൽ പ്രീമിയം 22.6% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ 15.1% മാർക്കറ്റ് ഷെയറുടെ HDFC ലൈഫാണ് സെക്കൻഡ് പൊസിഷൻ ഉള്ളത്. അപ്പോൾ SBI ലൈഫിന്റെ ഓവറോൾ സ്കെയിൽ വലുതാണ്. ന്യൂ ബിസിനസ് പ്രീമിയം അതുപോലെ ആനുവൽ പ്രീമിയം ഇക്വലന്റ് രണ്ടും ഇവിടെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സ്ട്രോങ് ആയതുകൊണ്ടാണ്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ SBI ലൈഫിന്റെ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് HDFC ലൈഫിനേക്കാളും ഓൾമോസ്റ്റ് ഡബിൾ ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഓരോ പുതിയ കസ്റ്റമേഴ്സിൽ നിന്നും കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. കൂടാതെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർജിനും ചെറുതായിട്ട് കൂടുതലാണ്. ഇപ്പൊ SBI ലൈഫിന്റെ 27.2%, അതേസമയത്ത് HDFC ലൈഫിന്റെ 24.4%. ഇനി എംബഡഡ് വാല്യൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കമ്പനിയുടെ ടോട്ടൽ എക്കണോമിക് വർത്ത് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പൊ SBI ലൈഫിന്റെ വാല്യൂ ഇവിടെ ഓൾറെഡി വലുതാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ നോക്കുന്നത് കോസ്റ്റ് റേഷ്യോ ആണ്. അതായത് പണം ഏൺ ചെയ്യാനായിട്ട് കമ്പനിയുടെ എത്ര ചെലവാക്കുന്നുണ്ടെന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഇത്. ഇപ്പൊ HDFC ലൈഫിനെ വെച്ച് നോക്കുമ്പോൾ SBI ലൈഫിന് 11.2% കുറവാണ് ഇവർ ചെലവാക്കുന്നത്. ഇനി സോൾവൻസി ആസ്പെക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ക്ലെയിംസ് പേ ചെയ്യാൻ വേണ്ടി കമ്പനി എത്ര പൈസ അവർക്ക് റിസർവിൽ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ നോക്കിയാലും രണ്ട് കമ്പനിയുടെയും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയ 1.5 മുകളിലാണ്. ഇനി ഫൈനലി 13th month പെർസിസ്റ്റൻസ് റേഷ്യോ, അതായത് കസ്റ്റമേഴ്സ് 13th month വരെ പോളിസി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അപ്പോൾ ഇവിടെ SBI ലൈഫ് കുറച്ച് ബെറ്റർ ആണുള്ളത്. 87% പെർസിസ്റ്റൻസ് റേഷ്യോ ഉണ്ട്. സോ ഇതാണ് രണ്ട് കമ്പനികളുടെ കംപ്ലീറ്റ് അനാലിസിസ് വരുന്നത്. ഇനിയിപ്പം നിങ്ങൾ പറ, ഇതിൽ ഏത് കമ്പനി ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? താഴെ കമന്റ്സിൽ അത് നമ്മളോട് ഷെയർ ചെയ്യാം.